നമ്മൾ പറയുന്ന വചനങ്ങൾ ജീവനുള്ള വചനമാണ്. ഒരാഴ്ച മുമ്പ് അരി നട്ടു, എല്ലാത്തിലും പുറത്ത് പോയിരുന്നത് കൊണ്ട് ഇന്ന് വന്നു വെള്ളം ഒഴിക്കും. നോക്കുമ്പോഴെല്ലാം ഉണങ്ങിയിരിക്കുന്നു. പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് ഇങ്ങനെ നോക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കാണുന്നു ഒരാളിങ്ങനെ വളർന്നു വരുന്നു. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് എന്താണ് നട്ടതെന്ന് എനിക്കറിയില്ല. 3-4 ചട്ടികളിൽ എല്ലാം വെതറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തക്കാളി ആയിരിക്കാം മിക്കവാറും, കാരണം പാവൽ ഇവിടെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ തക്കാളി ആയിരിക്കാം, അല്ലെങ്കിൽ ചില്ലി ആയിരിക്കാം, മുളകായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നട്ടത് അത് വളർന്നു വരും. അതിന് ജീവനുള്ളതുകൊണ്ട്, ആ വിത്തിന് ജീവനുണ്ട്. നമ്മൾ പറയുന്ന വചനത്തിന് ജീവനുണ്ട്. അത് സമയമാകുമ്പോൾ കണ്ട ഒരെണ്ണമാണ് ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, അതെല്ലാം പുറത്തു വരും. ആഴ്ചകളിൽ നമ്മൾ കാണും, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണും. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അതുപോലെ തന്നെ എത്ര ഉണങ്ങിയതാണെങ്കിലും അതും കിളിച്ചു വരും. നോക്കിക്കോ, ഇത് ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്തത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ടൈമുണ്ട്. ആ സമയമാകുമ്പോൾ അത് വരും, നിശ്ചയം. കാത്തിരിക്കുക. ആമേൻ.